ഹലോ, ഇതെൻ്റെ പ്രഗ്നൻസി ജേണിയുടെ ഒരു ചെറിയ ഓർമ്മപ്പെടുത്തലാണ്. കഴിഞ്ഞ വർഷം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് കൂടെയാണ് ഞാൻ കടന്നുപോയത്. പ്രഗ്നൻസി ടൈമിൽ എനിക്കുണ്ടായിരുന്ന ആ ഒരു രോഗാവസ്ഥയുടെ പേരാണ് ഹൈപ്രമെസിസ് ഗ്രാവിഡാരം. എൻ്റെ പ്രൊനൗൺസിയേഷൻ അത്ര കറക്റ്റ് ആകണമെന്നില്ല, പക്ഷേ നമ്മൾ ഈ പേര് കേൾക്കുന്ന പോലെ ആശാൻ അത്ര നിസ്സാരക്കാരനൊന്നുമല്ല. ഇത് സാധാരണ മോർണിംഗ് സിക്നസ് പോലെയല്ല. ഇത് ഭയങ്കര ഗുരുതരമായിട്ടുള്ള ഒരു കണ്ടീഷനാണ്. നമുക്ക് ദിവസവും തുടർച്ചയായിട്ടുള്ള വൊമിറ്റിംഗ് ഉണ്ടാവും. ഒന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. ശരീരം മുഴുവൻ ഭയങ്കര ക്ഷീണമായിരിക്കും. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഭയങ്കരമായിട്ട് നമ്മൾ ടയേർഡായി പോകും. വൊമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ സാധാരണ പ്രഗ്നൻസിയിൽ നമ്മൾ മാക്സിമം ഒരു 12 ടൈംസ് എ ഡേ ഒക്കെ വൊമിറ്റ് ചെയ്യുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മോർ ദാൻ 30 ടൈംസ് ആണ് എ ഡേ വൊമിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു 30-35 തവണയൊക്കെ ഛർദ്ദിച്ച് കഴിയുമ്പോൾ മനുഷ്യൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. അവസാനം ബ്ലഡ് തന്നെ വൊമിറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ വരും. എന്നാൽ ഒരു സിപ്പ് വാട്ടർ പോലും കുടിക്കാൻ പറ്റാത്ത കണ്ടീഷൻ. ചില ദിവസങ്ങളിലൊക്കെ ഇത് എങ്ങനെ ഞാൻ തരണം ചെയ്യുന്നുള്ളൊരു പേടിയായിരുന്നു മനസ്സിൽ മുഴുവൻ. പലർക്കും ഇത് പുറത്തുനിന്ന് കാണുമ്പോൾ ഇതൊരു ചെറിയ കാര്യമായിട്ട് തോന്നാം. പക്ഷെ നമ്മളിത് അനുഭവിക്കുന്നവർക്കാണ് അതിൻ്റെ ഒരു വേദന എന്തോരം ഉണ്ട്, അല്ലെങ്കിൽ അത് എത്രത്തോളം ഗുരുതരമാണെന്നുള്ളത് മനസ്സിലാവുക. ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഫാമിലി തന്നെയാട്ടോ. എൻ്റെ ഹസ്ബൻഡും എൻ്റെ പാരൻസും. നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി നമ്മുടെ കൂടെ നിൽക്കുക എന്ന് പറയില്ലേ, അതെന്താണെന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞു. അവരുടെ സപ്പോർട്ട് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. പക്ഷെ ഇന്ന് ഈ യാത്രയുടെയൊക്കെ അവസാനം എൻ്റെ കയ്യിൽ എൻ്റെ കുഞ്ഞു ലൂക്ക ഉള്ളപ്പോൾ ലൈക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഇതൊക്കെ കടന്നു പോകും. നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ആ ഒരു പീരീഡും കടന്ന് കഴിഞ്ഞ് അവസാനം നമ്മുടെ കൈകളിലും ഇങ്ങനൊരു അത്ഭുതം ഉണ്ടാവും.